കുറഞ്ഞ നിരക്കിൽ വിശ്വസനീയമായ ലാബ് സേവനങ്ങളുമായി നീതി മെഡിക്കൽ മണ്ണാർക്കാട് ചന്തപ്പടി കസാമിയ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. വി കെ ശ്രീകണ്ഠൻ എം പി ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവിധ പരിശോധനകൾക്കും ഹെൽത്ത് പാക്കേജുകൾക്കും 50% ഇളവ് നീതി ലാബിൽ ലഭിക്കും. 2300 രൂപ ചിലവ് വരുന്ന ഫുൾ ബോഡി ചെക്കപ്പ് 699 രൂപയ്ക്ക് ലഭിക്കും. 500 രൂപ ചിലവ് വരുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന് 300 രൂപ നൽകിയാൽ മതി. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിന് 270 രൂപയാണ്. 450 രൂപയുടെ ലിപ്പിഡ് പ്രൊഫൈലിന് 250 രൂപയാണ് ഈടാക്കുന്നത്. ബ്ലഡ് ഷുഗർ ടെസ്റ്റിന് വെറും 15 രൂപ മാത്രം നൽകിയാൽ മതി. 1000 രൂപ ചിലവ് വരുന്ന വൈറ്റമിൻ ഡി പരിശോധനയ്ക്ക് 700 രൂപയാണ്. ബ്ലഡ്, യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് എന്നീ 3 ടെസ്റ്റുകൾക്ക് 210 രൂപ മാത്രം നൽകിയാൽ മതി. ആവശ്യക്കാർക്ക് വീടുകളിലെത്തി സാമ്പിൾ ശേഖരിക്കാനുള്ള സംവിധാനവും നീതി ലാബിൽ ലഭ്യമാണ്. ഇതിനായി 9382778888 അല്ലെങ്കിൽ 8089797979 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. കേരളമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന നീതി ലാബ് ശൃംഖലയുടെ 145ാമത്തെ ഷോറൂമാണ് മണ്ണാർക്കാട് ചന്തപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 400-ലധികം ജീവനക്കാർ നീതി ലാബിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. 95% വനിതാ ജീവനക്കാരാണ് നീതിയിൽ. ഏറ്റവും മികച്ച സേവനം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുകയാണ് കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന നീതി ലാബിന്റെ ലക്ഷ്യമെന്ന് മാനേജർ ജോസ് വിൽസൺ പറഞ്ഞു. വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് പുതിയൊരു സ്ഥാപനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്, നീതി മെഡിക്കൽ ലാബ്. ഇത് അവരുടെ 145ാമത്തെ ഒരു ബ്രാഞ്ചാണ്. പാലക്കാട് ജില്ലയിൽ ഉടനീളം, കേരളത്തിലുടനീളം വളരെ സ്തുത്യർഹമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാം അത്യാധുനികമായിട്ടുള്ള പരീക്ഷണശാലകളാണ്. ഈ സമയം നമുക്ക് എപ്പോഴും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ച് അഭിമാനിക്കാം. സർക്കാർ സംവിധാനം മാത്രമല്ല, സർക്കാരിതര സംവിധാനവും ജനങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകി പ്രവർത്തിക്കുക. ഈ നീതി ലാബ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇതിൻ്റെ ചെയർമാൻ സജിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സേവന പ്രവർത്തനം പോലെയാണ്, വലിയൊരു ബിസിനസ് ആയിട്ടല്ല. എന്നാലും ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ പാവപ്പെട്ടവർക്ക് എല്ലാ തരത്തിലും അഫോർഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഈ ഫീസുകളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ സജ്ന മുഖ്യാതിഥിയായി. വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷ ജ്യോതി കൃഷ്ണൻകുട്ടി, മാനേജിംഗ് ഡയറക്ടർ സജി ജോർജ്, ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.